മൂന്നാം നൊമ്പരം എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ഇത് ആക്ച്വലി ഒരു ബൈബിളിന്റെ റിയലിസ്റ്റിക് സ്റ്റോറിയാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് ക്രിസ്ത്യൻസ് മാത്രം കാണുന്ന ഒരു സിനിമയല്ല. കാരണം മൂന്നാം നൊമ്പരം എന്ന് പറയുന്നത് ഒരു ഉണ്ണിയേശുവിനെ നഷ്ടപ്പെട്ട അമ്മയുടെ വിഷമം കാണിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ കൊച്ചുങ്ങളുള്ള ഏത് അമ്മമാർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ എല്ലാവരും കണ്ടിരിക്കേണ്ടതായ ഒരു സിനിമയാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പം എന്നെപ്പോലത്തെ ആൾക്കാരായിരിക്കും നമ്മുടെ ജനറേഷൻ ആയിക്കോട്ടെ, നമ്മളൊന്നും ഇത്രയും ബുക്സ് വായിച്ചിട്ടുള്ള ആൾക്കാരല്ല. നമ്മളൊക്കെ ഇപ്പോൾ രാമായണം ആയിക്കോട്ടെ, മഹാഭാരതം ആയിക്കോട്ടെ, ബൈബിൾ ആയിക്കോട്ടെ എല്ലാവരും ഫുൾ വായിച്ചിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയമാണ്. അപ്പം ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് എക്സാക്ട് അതിനെക്കുറിച്ചുള്ള ഒരു ഫുൾ ഐഡിയ വരും. ഇത് ഫുൾ റിയലിസ്റ്റിക് ആണ്. പ്രത്യേകിച്ച് ഒന്നും ആഡ് ഓൺസ് ഇല്ല. മേ ബി ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ബാക്കി കഥയെല്ലാം നടന്ന മീൻസ് ബൈബിളിലുള്ള പോലത്തെ സംഭവങ്ങളാണ്. അതിൽ ഏത് വേഷമാണ് ചെയ്തത്? ഞാനിതിൽ അർക്കലാവോസ് എന്ന് പറഞ്ഞ ഒരു രാജാവിന്റെ വേഷമാണ്. രാജാവാണല്ലേ? രാജാവാണ്, പക്ഷെ നെഗറ്റീവ് ക്യാരക്ടറാണ്. യേശുക്രിസ്തുവിനെ കൊല്ലാൻ നടക്കുന്ന ഒരു രാജാവാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. എങ്ങനെ അഭിനയൊക്കെ ആൾക്കാർക്ക് നമ്മള് ചെയ്യും സ്വാഭാവികമായിട്ട് ഒരു സൈക്കോ ക്യാരക്ടർ ആയിരുന്നു. എനിക്കറിയില്ല, അതുകൊണ്ടാണ് എന്നെ സെലക്ട് ചെയ്തത്. എനിക്കറിയില്ല. ശരി.